നമുക്ക് ടേബിൾ 1 to 100 100 മുതലുള്ള ടേബിൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ മെമ്മറൈസ് ചെയ്യാം, എങ്ങനെ നമുക്ക് പറയാം. ഒരു പേനയുടെയും പേപ്പറിൻ്റെ സഹായത്തോടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 100 മുതൽ ടേബിൾ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. 1 മുതൽ 100 ഏത് ടേബിൾ ചോദിച്ചാലും നിങ്ങൾക്ക് ഇനി പേപ്പറോ കാൽക്കുലേറ്ററോ ഒന്നും വേണ്ട, മനസ്സിൽ ചെയ്ത് പഠിക്കാം. നമ്മൾ AI ടൂളിൻ്റെ സഹായത്തോടെ AIയുടെ പ്രാക്ടീസ് ഉൾപ്പെടെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എവിടെ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേബിൾ ഈസി ആയിട്ട് പറയാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടേബിൾ നിങ്ങൾ 100 ടേബിൾ നിങ്ങൾ പഠിച്ചു തീർക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം 75 into 8. ഞാനിത് ആദ്യം എഴുതി പഠിപ്പിക്കാം, മനസ്സിൽ ചെയ്യുന്ന രീതിയും പറഞ്ഞുതരാം. നമ്മൾ മനസ്സിൽ ചെയ്യാൻ വേണ്ടിയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ സ്പീഡ് മാത്സിൻ്റെ ക്ലാസ്സുകളെല്ലാം കണ്ടതിന് ശേഷം ഇതെല്ലാം മനസ്സിൽ ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവുകയാണെങ്കിൽ നിങ്ങൾ സൂപ്പറായിരിക്കും. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾക്ക് അത് സൂപ്പറാക്കാൻ പറ്റും. ട്രെയിൻ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്, ആവശ്യത്തിനനുസരിച്ചുള്ള AI പ്രാക്ടീസും ഉണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നോക്കാം 75 into 8 എങ്ങനെ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഞാനത് മൈൻഡിൽ ചെയ്യുന്ന രീതിയിൽ കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ നിങ്ങളത് എഴുതി തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ വിഷ്വലൈസേഷൻ ചെയ്ത് പഠിച്ചാൽ മതി. ഇത് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ വിഷ്വലൈസേഷൻ പവറും കൂടും. 75 into 8 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, 75 എന്നൊരു സ്ഥലത്ത് എഴുതിക്കുന്നതായിട്ട് ഓർക്കുക, 8. ഓക്കെ, നിങ്ങൾ ആദ്യം 75 into 7 എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ ഇവിടെ നോക്കണം. 7 എന്ന് പറഞ്ഞ ഭാഗം 7 into 8 ആ ഒരു പോർഷൻ നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്യണം. 7 into 8 എത്ര? 56. അത് നിങ്ങളെ ലെഫ്റ്റ് ഹാൻഡിൽ വെച്ചിരിക്കാമെന്ന് ഓർക്കുക. ലെഫ്റ്റ് ഹാൻഡിൽ ഉണ്ടേ 56 കണ്ടോ? നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡിൽ 56 ഉണ്ടെന്ന് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. ഇത് നിങ്ങൾ ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ടേബിൾ ഏത് ചോദിച്ചാലും ചെയ്യാൻ പറ്റും. 75 into 8 എന്ന് ചോദിക്കുമ്പോൾ 7 into 8 56 വരെ എഴുതുക. അടുത്ത 5 into 8 40 നിങ്ങൾ റൈറ്റ് സൈഡിലും വെക്കുക. നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യണം. എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ 56 ഉണ്ടെന്നും എൻ്റെ റൈറ്റ് ഹാൻഡിൽ 40 ഉണ്ടെന്നും ഓർത്തിരിക്കുക. 56 ഉണ്ട്, 40 ഉണ്ട്. ഇനി 40യുടെ സെക്കൻഡ് ഡിജിറ്റ് ഇതെടുത്ത് ഇപ്പുറത്തോട്ട് ഇടുക, ലെഫ്റ്റിലോട്ട് ഇടുക. 4 എടുത്ത് ലെഫ്റ്റിലോട്ട് ഇടുമ്പം 56 + 4 എത്ര വരും? 60 വരും. അപ്പോൾ ഇവിടെ 60 ഉണ്ട്, ഇവിടെ എന്തുകൊണ്ട് 0 ഉണ്ട്. ഇനി അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും നോക്കാം, 600. ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്ത് പഠിക്കുന്നതാണ് 1 to 100 ടേബിൾ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഏത് ടേബിൾ വെച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറെ നോക്കാം. 68 into 7. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ എഴുതിയിരിക്കുന്നത് കാണാതെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. 68 into 7. 68 into 7 ആദ്യം 6 into 7 42. 6 into 7 42 എന്നുള്ളത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലുണ്ട് 42. 8 into 7 56 അതെൻ്റെ റൈറ്റ് ഹാൻഡിലുണ്ട്. ഇപ്പോൾ ഇവിടെ 42 ഉണ്ട്, 56 ഉണ്ട്. ഈ 5 എടുത്ത് 42 ആഡ് ചെയ്യുമ്പോൾ 47 6 476 ഞാൻ ചെയ്താണ്ടോ. ഇതുപോലെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് മനസ്സിൽ ചെയ്ത് പഠിക്കണം. നോക്കാം. 6 into 7 42 എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ 42 ഉണ്ട്. 8 into 7 56 എൻ്റെ റൈറ്റ് ഹാൻഡിൽ 56 ഉണ്ട്. 42ഉം 56ഉം വന്നു. ഇനി ഈ 56ൻ്റെ 5 എടുത്ത് ഇപ്പുറത്ത് ആഡ് ചെയ്യാം. അപ്പോൾ 5 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ 42ൻ്റെ 5 ആഡ് ചെയ്യുമ്പോൾ ഈ 5 ഇപ്പുറം വരും, 47 വരും. ഇവിടെ നിന്ന് 6ഉം വരും. ചേർത്ത് വായിച്ചാൽ മതി 476 എന്ന്. ക്ലിയർ? 476. അടുത്തൊക്കെ 46 into 6 നോക്കാം. 46 into 6 എന്ന് പറയുമ്പോൾ 4 into 6 24, 6 into 6 36. ഈ 3 കൂടെ ആഡ് ചെയ്താൽ മതി 276. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടേബിൾ പഠിച്ചെടുക്കുന്നത്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിനെ വിഷ്വലൈസേഷൻ ചെയ്താൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടേബിൾ പഠിക്കാൻ പറ്റും. നമുക്ക് 3 എക്സാമ്പിൾ കൂടെ നോക്കാം. 54 into 3 നോക്കാം. 54 എന്ന് പറയുമ്പോൾ 5 into 3 15. ലെഫ്റ്റ് ഹാൻഡിൽ 15 ഉണ്ട്. 4 into 3 12. റൈറ്റ് ഹാൻഡിൽ 12 ഉണ്ട്. അപ്പോൾ 15 ഉണ്ട്, 12 ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ചിന്തിക്കണം. 15 ഇവിടെ ഉണ്ട്, ഇവിടെ 12 ഉണ്ട്. 12ൻ്റെ 1 എടുത്ത് ഇങ്ങോട്ട് ആഡ് ചെയ്യുക. 15 + 1 16. 2 ചേർത്ത് എഴുതുക, 162. അപ്പോൾ ഇങ്ങനെ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആദ്യം നല്ല പാടായിരിക്കും. ഈ ക്ലാസ് 2-3 പ്രാവശ്യം കാണുക. AIയുടെ സഹായത്തോടെ ചോദ്യങ്ങൾ ചെയ്ത് ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്താൽ സ്പീഡാവും. 38 into 9 നോക്കാം. 3 into 9 എത്ര? 27. 8 into 9 എത്ര? 72. ഇത് ഞാൻ ചെയ്ത് പഠിക്കുന്ന സ്പീഡല്ല കാണിക്കുന്നത്, മൈൻഡ് ചെയ്യുന്ന സ്പീഡാണ് കാണിച്ചിരുന്നത്. 3 into 9 27 ഇവിടെ ഉണ്ട്, 72 ഇവിടെ ഉണ്ട്, 27 ഇവിടെ ഉണ്ട്, 72 ഇവിടെ ഉണ്ട്. 72ൻ്റെ 7 എടുത്ത് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 34 വരും, 342. സിമ്പിൾ. അടുത്തൊക്കെ 84 into 4 നോക്കാം. 84 into 4. 84 into 4 എന്ന് പറയുമ്പോൾ 8 into 4 32. 32 ലെഫ്റ്റ് ഹാൻഡിലുണ്ട്. 4 into 4 16 റൈറ്റ് ഹാൻഡിലുണ്ട്. ഇവിടെ 32 ഉണ്ട്, റൈറ്റ് ഹാൻഡിൽ 16 ഉണ്ട്. 16ൻ്റെ 1 എടുത്ത് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 336. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ടേബിൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഓൺലൈനകത്ത് AIക്കകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ വളരെ ജസ്റ്റ് സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് പോലും നിങ്ങൾക്ക് ഒരു ദിവസം പോലും വേണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് ടേബിൾ എവിടെ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്നിട്ട് ബൈ ഹാൻഡ് എന്ത് ചെയ്യും, നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക.